ഹായ് ഗായ്സ്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മെഷ് അനാലിസിസിൽ തന്നെ ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ 3 ohm റെസിസ്റ്റർ. റെസിസ്റ്റർ 3 ohm ഇവിടെയുണ്ട്. 3 ohm റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നിട്ടുണ്ട്. സോ 3 ഓമിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ. ഈ ഒരു സർക്യൂട്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ആൻഡ് ഈ 2 ആംപിയർ സോഴ്സ് ഇവിടത്തേക്കും കോമൺ ആണ്. അതിന് പറയുന്ന പേരാണ് സൂപ്പർ മെഷ്. സൂപ്പർ മെഷ് എന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ചസിനിടയ്ക്കൊരു കറണ്ട് സോഴ്സ് വരുന്നതിനെയാണ്, 2 മെഷസിനിടയ്ക്കൊരു കറണ്ട് സോഴ്സ് വരുന്നതിനെയാണ് സൂപ്പർ മെഷ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ സൂപ്പർ മെഷ് വരുമ്പം എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ നമ്മൾ മെഷ് ഇക്വേഷൻസിൽ എന്ത് വ്യത്യാസം വരും, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, കറണ്ടിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം. നമ്മൾ എപ്പോഴും ക്ലോക്ക് വൈസ് ആണ് കൊടുക്കുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, I1 ആൻഡ് I2. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് ഡിഫൈനിങ് ദ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ ഡിഫൈൻ ചെയ്യുകയാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഏതാണ്, ഇത് എന്ത് ടൈപ്പ് ഓഫ് സോഴ്സാണ്, വോൾട്ടേജ് കൺട്രോൾഡ് സോഴ്സാണ്. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സാണ്. ഇതൊരു വോൾട്ടേജ് സോഴ്സാണ്. ആൻഡ് ഇറ്റ് ഈസ് 5Vx എന്ന് പറഞ്ഞാൽ Vx എന്ന് പറയുന്ന വോൾട്ടേജാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ Vx എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ട്, ഇവിടെ തന്നിട്ടുണ്ട് Vx എന്ന് പറയുന്നത് എന്താണെന്ന്. സോ Vx ഇസ് ഈക്വൽ ടു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് 2I1 ആണല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യുമ്പം മെഷ് ഇക്വേഷൻസ് എഴുതുമ്പം നമ്മൾ എങ്ങനെ എഴുതുന്നത്, -2I1. സോ ഈ ഒരു മെഷിൻ്റെ ഇക്വേഷൻ എഴുതുകയെന്ന് വെച്ചാൽ ഈ ഒരു മെഷ് മാത്രമേ ഉള്ളൂ. -2I1 ഇനി മൈനസിലേക്ക് പ്ലസ്സിലേക്ക്, മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് ആയതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ അതുപോലെ എഴുതുക, -4 ഇനി -1 ഇൻറ്റു I1 - I2. ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. കാരണം എന്താണ്, ഇവിടെ റെസിസ്റ്റൻസിനെ എപ്പോഴും നമ്മൾ മൈനസ് ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നൊട്ടേഷൻ പറയുമ്പോൾ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് -+ആണ്. സോ ഇപ്പം നമ്മൾ വോൾട്ടേജിൻ്റെ രീതിയിലാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എഴുതാം Vx -4 വോൾട്ട് -1 ഇൻറ്റു. സോ ഈ ഡയറക്ഷൻ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് +Vx എന്ന് എഴുതാം. ആക്ച്വലി +Vx എന്താണ്, നമ്മളിപ്പം മെഷ് ഇക്വേഷനകത്ത് പറഞ്ഞായിരുന്നു, എന്താണ്, -2I1 ആണ്. ഇങ്ങനെ വേണമെങ്കിലും പറയാം. കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ്. പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് ത്രൂ ദ റെസിസ്റ്റർ. ത്രൂ ദ റെസിസ്റ്റർ. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, റെസിസ്റ്ററിൽ കൂടി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ്. മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കായതുകൊണ്ട് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിച്ച് വി ആർ ടേക്കൺ. അതുകൊണ്ട് -2I1 അങ്ങനെ വേണമെങ്കിലും എഴുതാം. അല്ലാതെ നമ്മൾ മെഷ് ഇക്വേഷൻസിൻ്റെ രീതിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ കോമൺ നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് ഇതിനെ എടുക്കുന്നതെങ്കിൽ മെഷ് 1 എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ Vx -4 വോൾട്ട് മൈനസ് ഇവിടെ 1 ഇൻറ്റു I1 - I2 അങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. Vx ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് -2I1 എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. സോ Vx ഇസ് ഈക്വൽ ടു -2I1 എന്ന് എടുത്തു. ഇനി സൂപ്പർ മെഷ് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ 2 ohm എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് I2 ആണ്. ഇലം വഴി പോകുമ്പോൾ I2ൻ്റെ ഡയറക്ഷനിലാണ്. ദെയർഫോർ മെഷ് 1 and 2 are super mesh, will form super mesh. Hence നമുക്ക് പറയാം
I2 minus I1 is equal to 2. ഓക്കെ, I2 മൈനസ് I1 എന്ന് പറയുന്നതാണ് ഇലം വഴിയുള്ള കറണ്ട് 2. ഓക്കെ, വൺസ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ എടുക്കുകയേ വേണ്ട. പിന്നെ ഈ ഹോൾ ബ്രാഞ്ചിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. അതായത് നമ്മൾ സൂപ്പർ മെഷ് ആയിട്ടുള്ള ബ്രാഞ്ചിനെ കൺസിഡർ ചെയ്യുകയേ വേണ്ട. പകരം ഇവിടെ I1 എടുക്കുക, ഇവിടെ I2 എടുത്ത് നമ്മൾ ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഓക്കെ, എങ്ങനെ എഴുതും? ഒന്നുകിൽ നമുക്ക് KVL ഇക്വേഷൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്, -2I1 ഓക്കെ -4, കാരണം മൈനസ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലസ് ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവായിട്ടാണ് തന്നിരിക്കുന്നത്. -4 -3I2 ഓക്കെ, പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് പോകുന്നത്. സോ -5Vx is equal to 0. ഓക്കെ, ഇനി Vx എന്താണെന്ന് പറഞ്ഞു? -2I1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ -2I1 -4 -3I2 -2I1 is equal to 0. ഓക്കെ, അപ്പം -10 +10 -2, സോ നമുക്ക് കിട്ടും 8I1 -3I2 is equal to 4. ഓക്കെ, ആൻഡ് വേറൊരു ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ട്, -I1 +I2 is equal to 2. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൂടെ സോൾവ് ചെയ്യുമ്പം നമുക്ക് I1 is equal to 2 ആംപിയർ ആൻഡ് I2 is equal to 4 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. 3 ഓം റെസിസ്റ്ററിൽ കൂടി ഏത് കറണ്ടാണ് പോകുന്നത്? I2 ആണ് പോകുന്നത്. സോ 3 ഓം is equal to I2 which is equal to 4 ആംപിയർ. ഓക്കെ, സോ ഇങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് Vx വരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ കോമൺ നൊട്ടേഷനാണ് നമ്മൾ റെസിസ്റ്ററിൽ കൂടിയുള്ളത് നമ്മൾ -2I1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്നും പറഞ്ഞു. റെസിസ്റ്ററിൽ കൂടി ട്രാവൽ ചെയ്യുമ്പം ഓക്കെ, റെസിസ്റ്ററിൽ കൂടി ട്രാവൽ ചെയ്യുമ്പം കറണ്ട് ട്രാവൽ ചെയ്യുമ്പം ഓക്കെ, ഈ വഴിക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഈ കറണ്ടിന് അക്രോസ് ഒരു ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ദാറ്റ് ഈസ് -IR. ഹെൻസ് ഇവിടെ ഉള്ള വോൾട്ടേജിനേക്കാട്ടിലും കുറവ് വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ആ ഒരു ഡ്രോപ്പിനെ കാണിക്കാനാണ് നമ്മൾ -IR എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നിരുന്നെങ്കിൽ നമ്മൾ +IR എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളത് റെസിസ്റ്റൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതേ കണ്ടീഷനാണ് -IR എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെങ്ങനെ വരും? +Vx എന്ന് വരും. സോ Vx is equal to -I into R. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ പോകുന്നത് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണെങ്കിൽ നിങ്ങളതിനെ ആ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെ പ്ലസ് എന്ന് എടുക്കുക. ഇനി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അല്ലേ? നെഗറ്റീവാണ് ഇവിടെ, പോസിറ്റീവാണ് ഇവിടെ. സോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ മൈനസ് എടുക്കുക. ഓക്കെ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ പ്ലസ് എടുക്കുക. സോ ഈ ഒരു പ്രോബ്ലം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
ഇവിടെ നമ്മളോട് I1ഉം I2ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. I1ഉം I2ഉം നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ദർ ഈസ് വൺ I3 ഓൾസോ. ഓക്കെ, ഇനി ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ബിറ്റ്വീൻ I1 ആൻഡ് I2. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. ഓക്കെ, ഇത് കറണ്ട് സോഴ്സ് ആണ്, ബട്ട് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. ഹെൻസ് ഇതൊരു സൂപ്പർ മെഷ് ആവും I3ഉം I2ഉം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് V1നെ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ ദ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്. സോ ദാറ്റ് ഈസ് V1. ഇവിടെ V1 ആണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. സോ V1 എവിടെയുള്ള വോൾട്ടേജ് ആണ്? ഈ 2 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. I1ഉം ഉണ്ട്, I2ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ വോൾട്ടേജ് V1നെ ഡിഫൈൻ ചെയ്യും? V1 ഈസ് ഈക്വൽ ടു, ഒന്നുകിൽ നമുക്ക് I1 മൈനസ് I2 എഴുതാം, അല്ലെങ്കിൽ I2 മൈനസ് I1 എഴുതാം. ഏതായിരിക്കും എടുക്കേണ്ടത്? ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ I1 പോകുന്നത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവാണ് ആൻഡ് I2 പോകുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവാണ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ്? പ്ലസ് ആയിട്ട് എടുക്കുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് പോകുന്നതിനെയാണ്. ദാറ്റ് ഈസ് പ്ലസ് I1 മൈനസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് I2 പോകുന്നത്. സോ മൈനസ് I2. ഓക്കെ, സോ ഈ ഒരു കേസിൽ അങ്ങനെയാണ്. കാരണം എന്താണ്? പ്ലസിൽ നിന്ന് മൈനസിലേക്കായിരുന്നു ഈ I1 പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ റെസിസ്റ്റർ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ പ്ലസ് I1 ആയിട്ടും, ഓപ്പോസിറ്റ് ആണ് പോകുന്നതെങ്കിൽ മൈനസ് I2 ആയിട്ടും എടുക്കുക. ഇൻറ്റു 2. ഓക്കെ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വേണ്ടേ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എന്താണ് V1 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ മെഷ് 2 ആൻഡ് 3 ആർ സൂപ്പർ മെഷ്, വിൽ ഫോം എ സൂപ്പർ മെഷ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എഴുതിക്കോണം. 2 and 3 will form a super mesh. Hence, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ? I3യുടെ ഡയറക്ഷനിലാണ് ഈ 0.5 V1 വരുന്നത്. ഓക്കെ, കറണ്ട് വരുന്നത്. സോ നമുക്ക് എഴുതാം I3 മൈനസ് I2 is equal to 0.5 V1. ഓക്കെ, 0.5 V1 എന്ന് പറയുന്ന കറണ്ടാണ്. ഈ 0.5 V1ൻ്റെ ഡയറക്ഷനിലുള്ളത് പോസിറ്റീവായിട്ട് എടുക്കുക, ഓപ്പോസിറ്റ് ഉള്ളത് മൈനസ് ആയിട്ട് എടുക്കുക. സോ I3 മൈനസ് I2 ഇസ് ഈക്വൽ ടു 0.5 V1. ഓക്കെ, ഇനി V1 എന്താണ്? ഇതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 I1 മൈനസ് I2 ഇൻറ്റു 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 1 വരും. സോ I1 മൈനസ് I2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു I1 ഈസ് ഈക്വൽ ടു I3 എന്ന് കിട്ടും. ഓക്കെ, അതാണ് കിട്ടുന്നത്. I2ഉം I2ഉം ക്യാൻസൽ ആയി പോവും. സോ I1 ഈസ് ഈക്വൽ ടു I3. ഓക്കെ, ഇനി KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നമുക്ക് പ്ലസ് 10 എന്ന് കിട്ടും. മൈനസ് 14 I1. ഓക്കെ, 14 പ്ലസ് 4 എന്ന് പറയുമ്പം 18 വരും. ഓക്കെ, 14ഉം 4ഉം നമുക്ക് ഒരേ ഡയറക്ഷനിലാണ്. സോ 14 പ്ലസ് 4 എന്ന് പറയുമ്പം 18 വരും. ഓക്കെ, സോ 18 I1. ഓക്കെ, മൈനസ് 2 I1 മൈനസ് I2 is equal to 0. ഓക്കെ, സോ മൈനസ് 18 മൈനസ് 2 എന്ന് പറയുമ്പം മൈനസ് 20 I1. ഓക്കെ, പ്ലസ് 2 I2 is equal to minus 10. Sorry, 110. മൈനസ് 110. സോറി. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. 110 മൈനസ് 110.
ഓക്കെ, സോ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഓക്കെ, KVL ടു മെഷ് 1 ആണ് നമ്മൾ ചെയ്തത്. ആൻഡ് KVL ഇൻ ദ സൂപ്പർ മെഷ്. സൂപ്പർ മെഷിൽ KVL അപ്ലൈ ചെയ്യുമ്പം എന്തെഴുതാം? ഇവിടെ നിന്ന് എഴുതാം -2I2 -I1. ഓക്കെ, ഇനി -10I3 -6I2 is equal to 0. That is -2 -2I1 -8I2 plus 2I1 -10I3 is equal to 0. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ആൻഡ് നമ്മളോട് പറഞ്ഞായിരുന്നു I1 is equal to I3 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. സോ I1 is equal to I3 ആകുവാണെങ്കിൽ എന്താണ്? I3ക്ക് പകരം I1 അപ്ലൈ ചെയ്യാം. ഓക്കെ, I3ക്ക് പകരം അല്ലെങ്കിൽ I1ന് പകരം I3 അപ്ലൈ ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 into 3 എന്ത് കിട്ടും? +2I3 2I3 അല്ലെങ്കിൽ I1 തന്നെ കിടന്നോട്ടെ. I1 -8I2 -10I1 is equal to 0. -10 +2 -8I2 -8I1 is equal to 0. I2 is equal to I1 എന്ന് കിട്ടും. ഓക്കെ, സോ I1 -I1. ഓക്കെ, സോ I2 is equal to -I1 എന്ന് കിട്ടി. I1 is equal to I3 എന്ന് കിട്ടി. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ആൻസർ കിട്ടും. ഇതുകൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും substituting 4 in 2 എന്ത് കിട്ടും? 20I2 plus 2I2 is equal to -110. Okay, so 22I2 is equal to -110 എന്ന് കിട്ടും. I2 is equal to -5 ampere. Therefore I1 is equal to I3 is equal to +5 ampere. Okay, സോ ഈ ഒരു രീതിയിൽ നമുക്ക് I1 I2 I3 കണ്ടുപിടിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറിൽ എത്തുന്നതിനേക്കാട്ടിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനേക്കാട്ടിലും എല്ലാം ഇമ്പോർട്ടൻറ്റ് ഓക്കെ എവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് കിടക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. എങ്ങനെയാണ് V1 ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒരു സൂപ്പർ മെഷ് വരുവാണെങ്കിൽ എങ്ങനെ മെഷ് ഇക്വേഷൻസ് എഴുതണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യുന്നത് സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ നിങ്ങൾ മാത്സിനകത്ത് പഠിച്ച സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മാത്സിൻ്റെ പാർട്ടാണ്. ഓക്കെ, പക്ഷേ ഇക്വേഷൻസ് എഴുതുക എന്ന് പറയുന്നതാണ് നെറ്റ്വർക്കിൻ്റെ പാർട്ട്. ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതും, എങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്, ഇതിനകത്ത് ഒരു മൈനസ് സൈൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഹോൾ ആൻസർ തെറ്റും. ഓക്കെ, സോ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പോയിൻ്റാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അത് ചുമ്മാതെ കിട്ടത്തില്ല. കുറേ പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്ത് മെഷ് ഇക്വേഷൻസ് എഴുതി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇഷ്ടമാതിരി പ്രോബ്ലംസ് ഉണ്ട്. മെഷ് ഇക്വേഷൻസ് എഴുതി നിങ്ങൾ എഴുതുന്ന മെഷ് ഇക്വേഷനും അതിനകത്തുള്ള മെഷ് ഇക്വേഷനും ഒന്നുപോലെയാണോ എന്ന് നോക്കുക. ഓക്കെ, ഒന്നുപോലെ അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് തെറ്റിയത്. ഓക്കെ, നിങ്ങൾക്ക് ചാനലിൽ വന്നിട്ട് എന്നോട് ഡൗട്ട്സ് ചോദിക്കാം ടെലഗ്രാമിലെ ചാനലിലൂടെ. ഓക്കെ, അതിനകത്ത് വന്നിട്ട് ഡൗട്ട്സ് ചോദിക്കാം. ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ചെയ്ത സൂപ്പർ മെഷ് അനാലിസിസിലെ 2 പ്രോബ്ലംസും
ഒരാൾ ഡൗട്ട് ചോദിച്ചതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഓക്കെ ഗൈസ്, സോ പെട്ടെന്ന് മഗപ്പ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സിഗ്നൽസ് പോലെ ഉള്ള ഒരു സബ്ജക്റ്റ് അല്ല. നിങ്ങളുടെ മൈൻഡിനെ വർക്ക് ചെയ്യിച്ചാലേ നിങ്ങൾക്ക് ഓരോ ഇക്വേഷൻസും എങ്ങനെ എഴുതണം എന്നറിയാൻ പറ്റുള്ളൂ. സോ നമ്മൾ മെഷ് അനാലിസിസ് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോഡൽ അനാലിസിസ് കാണുവാണ്. സോ മെഷ് അനാലിസിസ് ഇനിയും ഉണ്ട്. നമ്മൾ എ സി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ എ സി അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാൽക്കുലേറ്റർ വെച്ചിട്ട് വേണം അത് പഠിക്കാൻ. ഓക്കെ, സോ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് നമുക്ക് നോഡൽ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ.